ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയിൽ അമ്പരന്നിരിക്കുകയാണ് ഇടതുമുന്നണി. ശക്തി കേന്ദ്രങ്ങളിലടക്കം 7 നിയമസഭാ മണ്ഡലങ്ങളിലും തിരിച്ചടിയാണ്. പാർട്ടി വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നറിയാതെ വട്ടം ചുറ്റുകയാണ് CPM നേതൃത്വം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം CPM-ന്റെ പ്രമുഖ നേതാക്കൾ തമ്പടിച്ച വർഗീയ കാർഡടക്കം പുറത്തിറക്കി നടത്തിയ പ്രചാരണം. കൊല്ലം തിരിച്ചുപിടിക്കാൻ സകല അടവുകളും പയറ്റിയ CPM-ന് ഒടുവിൽ നാണം കെട്ട തോൽവി. 2019 ലഭിച്ചതിനേക്കാൾ 57,495 വോട്ടിന്റെ ഇടിവുണ്ടായത് മുറിവിന്റെ ആഴവും കൂട്ടി. 3.5 ലക്ഷമെങ്കിലും എത്തുമെന്ന് ഉറപ്പിച്ചിടത്തു നിന്നുമാണ് 2,93,326 വീഴ്ച. സ്ഥാനാർത്ഥിയായ M. മുകേഷ് വോട്ട് രേഖപ്പെടുത്തിയ ബൂത്തിൽ പോലും LDF 3-ാം സ്ഥാനത്തായി. CPI മണ്ഡലങ്ങളായ ചടയമംഗലവും പുനലൂരും LDF-നെ കൈവിട്ടു. കുണ്ട്രയിലെ 27,105 വോട്ടിന്റെ വ്യത്യാസവും ശ്രദ്ധേയമാണ്. പാർട്ടി വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് CPM-നെയും LDF-നെയും കുഴപ്പിക്കുന്ന പ്രധാന ചോദ്യം. BJP വോട്ട് പ്രേമചന്ദ്രന് പോയെന്ന പതിവ് ന്യായീകരണവും ഇക്കുറി ഏൽക്കില്ല. കേഡർ വോട്ടുകൾ പോലും കൈവിട്ടു പോയോ എന്ന സംശയവും ബാക്കി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിനോടും സ്ഥാനാർത്ഥിയോടുമുള്ള അതൃപ്തിയും പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളും CPM വോട്ടർമാരെ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ വിമുഖതയുള്ളവരാക്കിയെന്നാണ് പ്രധാന വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിലെ കുണ്ട്രയൊഴിച്ച് 6 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചത്. അന്ന് നേടിയ 4,72,237 വോട്ടുകൾ എവിടെയെന്നതിലും LDF ആത്മപരിശോധന നടത്തേണ്ടി വരും. ജനം, കൊല്ലം.